മാനസാന്തരത്തിന്റെ പടവുകൾ. മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആനാവൂർ സ്വദേശി സഞ്ചാര സുവിശേഷകൻ വി ഷാജിയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. ഹൈന്ദവ പാരമ്പര്യ പശ്ചാത്തല വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഷാജിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിരവധിയാണ്. ലോകമിന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും നേരിടേണ്ടി വന്ന നിരന്തരമായ പ്രതിസന്ധികൾക്ക് നടുവിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച ഷാജി ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. എൻ്റെ പേര് ഷാജി. ഞാൻ കാട്ടാക്കടയിൽ ജനിച്ച് വളർന്നു. എൻ്റെ ബാല്യകാലം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞത്. വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിഞ്ഞില്ല. നല്ല വസ്ത്രമില്ലാത്തൊരു കാലഘട്ടം, നല്ല ഭക്ഷണമില്ലാത്തൊരു കാലഘട്ടം, അങ്ങനെ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിതയാത്രയായിരുന്നു എൻ്റെ ബാല്യകാലമൊക്കെ. ഉടുത്തുകൊണ്ട് വന്ന വസ്ത്രം നനച്ച് തോട്ടിൻ്റെ കരയിലിട്ട് അത് ഉണങ്ങുന്നവരെ തോട്ടിലിരുന്ന് നഗ്നത മറച്ച് അത് ഉണങ്ങുമ്പോൾ ഉടുത്ത് തിരിച്ച് ഭവനത്തിൽ വന്ന ഒരു കാലഘട്ടം എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളരെ ദുഃഖങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നു. എൻ്റെ അപ്പൻ തടിവെട്ടായിരുന്നു. അമ്മ ഭവനത്തിൽ വീട്ടുകാര്യങ്ങൾ നോക്കി ജീവിച്ചു. എന്നാൽ അപ്പൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ജോലി മേഖലയൊക്കെ തകർന്നു. ശാരീരികമായുള്ള ബലഹീനതകൾ ഉണ്ടായി. ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളെ വളർത്തി എനിക്ക് ഒരു അനുജനുണ്ട്, അനുജത്തിയുണ്ട്. ഞങ്ങളെ 3 പേരെയും ഒരു നേരമെങ്കിലും ആഹാരം തരുവാൻ എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ അമ്മ വീടി തീർക്കുമായിരുന്നു. വീടി തീർത്ത് ഞങ്ങളുടെ തന്നുവിടി ഞങ്ങളെ കടകൾ കൊണ്ട് കൊടുക്കും. അമ്മ മെറ്റിലടിച്ച് ഒക്കെ ഞങ്ങൾക്ക് ആഹാരം തന്നൊരു കാലം ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ അവിടെയൊക്കെയും നിന്ദകളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അന്ന് സഹായിക്കുവാൻ ആരുമില്ലാത്ത ഒരു കാലഘട്ടം. എനിക്കിവിടെ വയസ്സ് 55. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അങ്ങനെ ജീവിച്ച് പലയിടങ്ങളിലായി ജീവിച്ച് പിന്നെ കൂട്ടുകെട്ടിലായി മദ്യപാനത്തിലേക്ക് പോയി തല്ലും പിടിയും അക്രമവും ഒക്കെയായി പലപ്പോഴും സ്തോത്രം നാട്ടിൽ എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിയുമ്പോൾ എൻ്റെ അമ്മ ഓടി വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ എവിടെയായാലും അവിടെ ഞാൻ കാണുമെന്നുള്ളൊരു ചിന്ത എൻ്റെ നാട്ടുകാർക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ആരക്രമം കാണിച്ചാൽ എവിടെ സൗണ്ട് കേട്ടാലും ഓടി വരും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അക്രമകാരികളായുള്ള ജീവിതത്തിലേക്കൊക്കെ ഞാൻ തിരിഞ്ഞു. അങ്ങനെ ഇരുന്ന് ഇവിടുത്തെ എൻ്റെ ജീവിതം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതും കേസുകളും പ്രതികൂലങ്ങളും നിറഞ്ഞതും ആകൊണ്ട് എൻ്റെ ഒരു മാമൻ മുഖാന്തരം എന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. ബോംബെയിലേക്ക് പോകുന്ന യാത്രയിൽ തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടായി. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മഹേന്ദ്രയുടെ ചേസുമായി വന്ന ആൾക്കാരാണ് വണ്ടിക്കകത്ത് കൂടുതൽ, ട്രെയിനിൽ കൂടുതൽ. അന്ന് കന്യാകുമാരി മാത്രമേ ഉള്ളൂ, ജയന്തി ജനത മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ച് എൻ്റെ മാമനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ മാമനുമായിട്ട് അവിടെ അടികളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മാമൻ പറഞ്ഞു, എൻ്റെ മാമൻ ഗൾഫിൽ പോകാൻ വേണ്ടിയൊക്കെ തയ്യാറായി പോവുകയാണ്, അതിനകത്ത് ക്യാഷുണ്ട്, ചെക്കുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇവിടെ നീ മിണ്ടാതിരുന്നോളെന്ന് പറഞ്ഞു. ആ ഒരു രാത്രി അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെയാണ് എൻ്റെ മാമനെ എല്ലാവരും കൂടി അടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് എനിക്ക് കുറച്ചു നേരം നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ച് അന്നെല്ലാം പ്ലാസ്റ്റിക് കുപ്പികൾ കുറവാണ്, അന്ന് നമ്മളെ ഗ്ലാസിൻ്റെ ചില്ലു കുപ്പികളാണ്. ഞാൻ ഈ ചില്ലു കുപ്പികളെടുത്ത് ഞാൻ ശക്തമായിട്ട് വന്നവരെല്ലാം പ്രതിരോധിക്കുവാനിടയായി തീർന്നു. അത് മുഖാന്തരം ഭയങ്കര പ്രശ്നമുണ്ടായി. എൻ്റെ മാമൻ പല കമ്പാർട്ടുകളിലേക്ക് മാറ്റി പാർപ്പിച്ച് ആണ് ബോംബെയിൽ കൊണ്ടെത്തിച്ചത്. അവിടെ നോക്കി അവിടെ ജീവിച്ചു. അവിടെയും വല്ലാത്തൊരു അനുഭവത്തിൽ ജീവിച്ചു. അവിടെ കൊണ്ടുപോയി എടുത്ത് ഞാൻ വളരെ പ്രശ്നക്കാരനായി തീർന്നു. ബോംബെയിലൊരു കാര്യമുണ്ട്, ഈ ജോലിക്കൊക്കെ ആദ്യമായിട്ട് ചെല്ലുന്ന സഹോദരന്മാർക്ക് എന്ത് ചെയ്യത്തില്ല, കാശ് കിട്ടത്തില്ല. കാശ് കിട്ടാതെ വരുമ്പോൾ അവർ ഒരാഴ്ച 2 ആഴ്ച 10 ദിവസമൊക്കെ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വരുന്ന അനുഭവങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഞാനത് മേടിച്ച് തരാം. ഞാനവിടെ ഒരു ഗുണ്ടയെപ്പോലെ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ അവിടെ വന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പൈസ വാങ്ങിച്ചു കൊടുക്കുകയും അവർ അത് പൈസ വാങ്ങിക്കൊടുക്കുമ്പോൾ എനിക്കൊരു ക്വാർട്ടർ മേടിച്ച് തരും.
അല്ലെങ്കിൽ ഞങ്ങൾ ചപ്പാത്തിയോ ഒരു ചിക്കനോ ഒക്കെ മേടിച്ച് തരും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് വളരെ ആർക്കും വേണ്ടാത്തവനായി ജീവിച്ചൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിന് ഞാൻ ജീവിക്കുന്നു. ഫെയ്ത്ത് മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന സംഘടനയിലൂടെ വടക്കേ ഇന്ത്യൻ സുവിശേഷ വയലുകളിൽ സഞ്ചാര സുവിശേഷകനായി തൻ്റെ ജീവിതവും സാക്ഷ്യവും അനേകർക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുകയാണ് ഷാജിയും കുടുംബവും. ഞാൻ ആർക്കും വേണ്ടാത്തവൻ എന്ന് പറയാൻ, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ മരിച്ചാൽ പോലും അങ്ങോട്ട് വരരുത്, എൻ്റെ ഡെഡ് ബോഡി കാണാൻ പോലും വരരുതെന്ന് എൻ്റെ അമ്മ എനിക്ക് കത്തെഴുതുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ സ്വഭാവം അങ്ങനത്തേതായിരുന്നു. അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. ഒരു അമ്മയുടെ വേദന അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ വേദന ആണ് അവർ എന്നോട് അറിയിച്ചത്. ഇന്ന് എൻ്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും കഴിയുന്നിടത്തോളം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ വിളിക്കും. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പെരുമ്പെടുത്തൂരിൻ്റെ പ്രദേശത്ത്, കീളിയോടുന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അമ്മ കാട്ടാക്കടയിൽ താമസിക്കുന്നു. ഇന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ അമ്മ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ദൈവമേ, കർത്താവേ, അന്ന് ഈ അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ മരിച്ചാൽ പോലും നീ വരരുതെന്ന്. എന്നിട്ടും ഇന്ന് അങ്ങനെയൊക്കെ എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നിയെങ്കിൽ, കരുതൽ തോന്നിയെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അക്രമങ്ങളുടെ പാതയിൽ നിന്ന് ഞാൻ യേശുവിനെ കണ്ടെത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളോടും എനിക്ക് പറയുവാനുള്ളത്, അക്രമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തെ വെറുപ്പിച്ചുകൊണ്ടോ കുടുംബത്തെ വെറുത്തുകൊണ്ടോ ജീവൻ തന്ന നമുക്ക് ആരോഗ്യത്തിന് കഷ്ടപ്പെട്ട അമ്മയും അപ്പനെയും സഹോദരങ്ങളൊക്കെ വെറുപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്കൊരിക്കലും ശാശ്വതമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. എന്നാൽ ഈ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് മാത്രമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ജീവിത സാക്ഷ്യം അതാണ്. ഞാനിപ്പോൾ വളരെ സന്തോഷവാനും കർത്താവിൻ്റെ വേലയിലും ഞാനായിരിക്കുന്നു. എൻ്റെ ആയിരിക്കുവാൻ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. മാനസാന്തരത്തിൻ്റെ പടവുകൾ. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ പലരും എൻ്റെ ഭാര്യയുടെ ചെവിയൊക്കെ പോലും പറഞ്ഞു, ഇത് എത്ര ദിവസം പോകുമെന്ന് അറിയത്തില്ല, കൂടി വന്നാൽ ഒരു 3 മാസം. അവർ പലരും കണക്കെഴുതി വെച്ച് വിധി പറഞ്ഞ് കൽപ്പിച്ചിട്ട് പോയി. എന്നാൽ ആ വിധികളെയൊക്കെ പൊളിച്ചു മാറ്റി ദൈവം ഞങ്ങളെ അത്ഭുതത്തോടെ, ഇപ്പോൾ 24 വർഷത്തോളം ഞങ്ങളെ അത്ഭുതത്തോടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെയാണ് ദൈവം തന്നത്. എൻ്റെ മൂത്ത മോള് ജനിച്ച് 5-ാമത്തെ ദിവസം ഞങ്ങളെ ലോകം വിട്ട് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മോനെ തന്നു. അവനിപ്പോൾ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം. അവനെ പഠിക്കുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ബിടെക്കിന് വിട്ട് പഠിപ്പിക്കാനൊന്നും സാഹചര്യം ഉള്ളവനല്ല ഞാൻ. എങ്കിലും അവന് ഗവൺമെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുവാനിടയായി തീർന്നു. അത് മുഖാന്തരം ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞ ആ നാൾ മുതൽ ഇന്ന് വരെയും ദൈവം എനിക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിലാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. 2021 ഡിസംബർ മാസം 25-ാം തീയതിയാണ് പന്തളത്ത് വെച്ചാണ് സ്നാനപ്പെടുന്നത്. പന്തളം കുളനട IPCയിൽ വെച്ചാണ് സ്നാനപ്പെടുന്നത്. ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ മകളൊക്കെ മരിച്ചു. അങ്ങനെ ഞാൻ ഒത്തിരി കടക്കാരനായി. എനിക്കൊരു വാഹനമുണ്ടായിരുന്നു. ആ വാഹനത്തിന് ലോൺ അടയ്ക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിൻ്റെ CC അടയ്ക്കുവാൻ കഴിയാതെ അത് CC-കാർ പിടിച്ചുകൊണ്ട് പോയി. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ ഉണ്ടാകുന്ന സ്വർണ്ണമൊക്കെ വിറ്റൊക്കെയാണ് ഓട്ടോറിക്ഷ മേടിച്ചത്. ആ ഓട്ടോറിക്ഷയ്ക്ക് പൈസ അടയ്ക്കാൻ പറ്റിയില്ല. ഞാനിടയ്ക്ക് രോഗിയായിട്ട് എലിപ്പനി വന്നിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ചില ദിവസങ്ങൾ അവിടെ കിടന്നു. അപ്പോൾ അവിടെയും ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു ലക്കി മാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ രോഗത്തിൽ നിന്നൊരിക്കലും തിരിച്ചു വരത്തില്ലായിരുന്നുവെന്ന്. അങ്ങനെ ഇവിടെ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടങ്ങളും കടഭാരങ്ങളും നിറഞ്ഞ ഒരു ജീവിതയാത്രയിലായിരുന്നു. കടക്കാരുടെ മുമ്പിൽ തലകുനിക്കുവാൻ ഉള്ളൊരു മടി കൊണ്ട് ഞങ്ങളിവിടെ നാട് വിട്ട് പോകുന്നത് പോലെയാണ് പന്തളത്ത് പോയത്. പന്തളത്ത് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, എൻ്റെ അനിയൻ അവിടെ മേശിരി പണിയാണ്. ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാനിവിടെ കടത്തിലാണ്, പ്രയാസത്തിലാണ്, എനിക്കിവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അണ്ണൻ പോരെ, ഇവിടെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് സ്കൂളിലെ വണ്ടി ഓടിക്കാനായിട്ട് അവിടെ പോയി. അതിൽ ശമ്പളമൊന്നും കിട്ടത്തില്ല. എനിക്കൊരു മോനുണ്ട്. എൻ്റെ മോനെ ജനിച്ച് 9ാമത്തെ മാസമാണെന്ന്. ഞങ്ങളിവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാന്, ഒരു ചരുവം, ഒരു തലകണ, ഒരു പായ, 3 പാത്രം, ഇതുമായിട്ടാണ് ഞങ്ങൾ പന്തളത്തേക്ക് യാത്ര ചെയ്യുന്നത്.
അവിടെ ചെന്ന് വണ്ടിയോടിപ്പൊക്കെ കൊണ്ട് ജീവിതം മുൻപോട്ട് പോകത്തില്ല, വാടക കൊടുക്കണം. പിന്നെ ഞാനവിടെ മേശിരി പണിക്ക് അവരവിടെ ഹെൽപ്പറായിട്ട് ഇറങ്ങി. അന്ന് നല്ല ചുമടെടുക്കുമായിരുന്നു. അന്നവിടെ 160 രൂപ ശമ്പളത്തിന് അവിടെ ഏകദേശം 6 വർഷത്തോളം അവിടെ ജീവിച്ചു. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ കർത്താവാകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. ഇതുവരെയും ജീവിതത്തിൻ്റെ മേഖലകളിൽ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ഒത്തിരി പ്രയാസങ്ങൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു. ഞാൻ പന്തളത്തായിരിക്കുമ്പോൾ തന്നെ അവിടെ മേച്ചിരിപ്പണി ചെയ്യുകയും അടുത്ത് കഴിഞ്ഞ് അവിടെ മേച്ചിരിപ്പണി എടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പന്തളത്ത് വെച്ച് ഒരിക്കലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്റ്റർ ഒരു ചേതക്ക് ബൈക്ക് തന്നു ഓടിക്കാനായിട്ട്. ആ ബൈക്കിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു ടിപ്പർ ലോറി എൻ്റെ വാഹനത്തിൽ ഇടിക്കുകയും ഞാൻ അതിൻ്റെ അടിയിലാകും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഓടിച്ച ബൈക്ക് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അത് 500 രൂപയ്ക്ക് ആക്രിക്കാർ കൊണ്ടുപോയെന്നാണ് ഞാൻ പിന്നത്തേതിൽ അറിയുന്നത്. അവിടുത്തെ എല്ലാ നാട്ടുകാരും പറഞ്ഞു, എന്നെ എല്ലാവർക്കും അറിയാം, പമ്പിലുള്ളവർക്കറിയാം, അവിടുത്തെ പല ആൾക്കാർക്കും എന്നെ അറിയാം. അവർ പറഞ്ഞു ഷാജി മരിച്ചുപോയി. ചിലർ പറഞ്ഞു ഷാജിയുടെ കാല് ഒരെണ്ണം മുറിച്ചു. എന്നാൽ എൻ്റെ ദൈവം എന്നെ അത്ഭുതത്തോടെ കരുതുവാനിടയായി തീർന്നു. എൻ്റെ ഭാര്യ, ഞങ്ങളുടെ പാസ്റ്ററൊക്കെ അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. പെട്ടെന്ന് രാജൻ പി ആണ് ഇവിടുത്തെ ദേവദാസൻ. ആ ദേവദാസൻ എൻ്റെ വൈഫിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുവാനിടയായി തീർന്നു. എൻ്റെ വൈഫുണ്ട്, പാസ്റ്ററുടെ വൈഫുണ്ട്, വേറെ സഹോദരിമാരുണ്ടൊക്കെ ആയിട്ട് ആശുപത്രിയിൽ വന്നപ്പോൾ എന്നെ രക്തത്തിൽ കുളിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. വണ്ടിയിലെ ഡ്രൈവർ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഞാൻ മരിച്ചു പോയെന്നാണ് വിചാരിച്ചത്. എന്നാൽ അതുവഴി വന്ന ഒരു രോഗിയും കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, നല്ല സമരിയക്കാരനായ പോലെ ആ മനുഷ്യൻ അവിടെ എത്തുകയും ആ മനുഷ്യൻ എന്നെ ആ വണ്ടിയിൽ എടുത്തിട്ട്, എനിക്കറിയത്തില്ല, പേരൊന്നും ഇപ്പോൾ അറിയത്തില്ല, എന്നെ തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ചെറിയ പൊട്ടലുകളും ചീറ്റലുമൊക്കെ ഉണ്ട്. തലയിൽ ഇവിടെയൊക്കെ മുഖത്തൊക്കെ മുറിവുണ്ടായിരുന്നു, കണ്ണിൻ്റെ അവിടെ മുറിവുകളുണ്ടായിരുന്നു, കാലിൽ കുറച്ച് മുറിവുകൾ മാത്രമാണ്, ഒരു എല്ല് പോലും പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ച് മരിച്ചുപോയി. ബ്ലഡ് അങ്ങനെ വളരെ ഇതായിരുന്നു, ബെഡിൽ കുളിച്ചാണ് കിടന്നത്. അവിടത്തൊക്കെ എൻ്റെ യേശു എന്നെ രക്ഷിക്കുവാനിടയായി തീർന്നു. യേശുവിനെ അറിഞ്ഞ് ഇതുവരെയും ദൈവം അത്ഭുതത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മരണകരമായ അനേക അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടിവിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ 6 വർഷത്തോളം അവിടെ താമസിച്ചു. അവിടെ നിന്ന് എൻ്റെ വൈഫിൻ്റെ പപ്പ മരിച്ചു. അവർ 2 പെൺമക്കളാണ്. മൂത്ത ആൾ പാലിയോട് താമസിക്കുന്നു. കുടുംബ വീട് ഞങ്ങൾക്കാണ് തന്നത്. സ്തോത്രം. ഒന്നുമില്ല എന്ന് പറഞ്ഞിടത്ത് ഞാനങ്ങനെ കയറി താമസിക്കുമെന്നൊക്കെ പറഞ്ഞത് എൻ്റെ വൈഫിൻ്റെ ഭവനത്തിൽ 5-7 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമുണ്ട്. ആ വീടും സ്ഥലവും ഞങ്ങളുടെ പേരിൽ എഴുതി തരികയും വിവാഹത്തോടു കൂടി എഴുതി തന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഫിൻ്റെ പപ്പ മരിച്ചതോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് വരേണ്ടതായി വന്നു. അമ്മ മാത്രമേ ഭവനത്തിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ പെരുമ്പഴുത്തൂരിൻ്റെ പ്രദേശത്ത് താമസിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നിട്ട് ഇവിടെ ഫെയ്ത്ത് മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന ചർച്ചിലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അന്നൊക്കെ എൻ്റെ ആത്മീയ കാര്യങ്ങൾ വലിയ താല്പര്യമാണ്. എനിക്ക് ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് കോളേജ് വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല. എങ്കിലും കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിക്കുവാനും ഒക്കെ എനിക്ക് നല്ല താല്പര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ദൈവദാസന്മാർ ഇല്ലാത്ത ചില സമയങ്ങളിൽ സങ്കീർത്തനം സൂക്ഷിക്കാൻ അവസരങ്ങളെ തന്നു. അങ്ങനെ ചില ഭവന പ്രാർത്ഥനകളിൽ അവസരങ്ങളെ തന്നു. അങ്ങനെയൊക്കെ ദൈവദാസൻ ആത്മീകമായിട്ട് കർത്താവിൻ്റെ ദാസൻ എസ് ബിജു എന്നെ വളർത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവദാസൻ ഗൾഫിലായിരിക്കുമ്പോഴാണ് അവിടെ ചില ദർശനം കണ്ടു, എന്നെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയുടെ മുഖത്താക്കണമെന്ന്. അങ്ങനെയാണ് കർത്താവിൻ്റെ ദാസൻ എന്നെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കി. സത്യദൈവത്തെ അറിയാത്ത നാളുകളിൽ ബാധിക്കപ്പെട്ട അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ വിമോചനം പ്രാപിച്ച ഷാജി ഇന്ന് തൻ്റെ ജീവിതവും സാക്ഷ്യവും സമൂഹത്തിനു മുമ്പിൽ ക്രിസ്തു സ്നേഹത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിതം തുടരുകയാണ്. ഈ 10 വർഷം അവിടെ ഞാൻ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്നു. ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഒരിടത്ത് പോലും പരാജയപ്പെട്ടു പോകാതെ ദൈവം ഞങ്ങളെ നടത്തുന്നു. ഇതിനിടയ്ക്ക് 2018 എനിക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വരികയും ഞാൻ മരിച്ചുപോയി എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. 2 ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നു. ഒന്നിൽ അങ്ങോട്ട് ഒന്നെങ്കിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തിയ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അപ്പോഴെൻ്റെ ഭാര്യ ഐസുവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പലരും പറഞ്ഞുകൊണ്ട് വെള്ള തുണി വരെ മേടിച്ചുകൊണ്ട് വന്നൊരു അനുഭവമുണ്ട്. എന്നെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് പാസ്റ്റർ എസ് ബിജുവാണ്. അങ്ങനെ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ, അനേകരുടെ പ്രാർത്ഥനകൾ, ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ, ദേശത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മക്കൾ എന്നെ ഓർത്ത്
പ്രാർത്ഥിച്ചു, എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് തന്നെ പിന്നെയും എനിക്ക് ജീവനെ മടക്കി തന്നു. ജീവനെ മടക്കി തന്നതിൻ്റെ കാരണം അന്ന് ഞാൻ മേശിരിപ്പണി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വീട് പണിയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാനിങ്ങനെ ജീവിതത്തിൽ ഞാൻ ഇനി തിരിച്ചു വരത്തില്ല എന്നൊരു അറിവ് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയപ്പോൾ അവൾ ആ ഐസുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ അവസാനം, ഒന്നും അറിയത്തില്ലല്ലോ കർത്താവേ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ചോദിച്ച് ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. കരഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് തീരുമാനമെടുത്ത്, കർത്താവേ അനേക ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ വേല ചെയ്യണം, മറ്റ് ജോലികളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്കാണ് വിളി, ഇറങ്ങണമെന്ന്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും നമ്മൾ എങ്ങനെ ജീവിക്കും. ഞാൻ ആ സമയത്ത് ചർച്ച് പ്രവർത്തനങ്ങളെ ഉണ്ടെങ്കിലും ആരുടെയും വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കാണിക്കുന്നതെന്ന് ഞാൻ വാങ്ങാറില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അധ്വാനിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കൂടാരപ്പണി ചെയ്തു, കർത്താവിൻ്റെ വേലയും ചെയ്തു എന്ന് വചനം പഠിപ്പിക്കുന്നു. എങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ ഐസുവിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. എന്നിട്ട് അവൾ പെട്ടെന്ന് അവിടെ മനസ്സിൽ വന്നു, പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാത്തത് കൊണ്ടാണോ ഇങ്ങനെ പറ്റിയത്. എങ്കിൽ കർത്താവെ ഞാനിന്ന് തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഐസുവിൻ്റെ മുമ്പിൽ തീരുമാനം എടുത്തു, എനിക്ക് എൻ്റെ ഭർത്താവിനെ മടക്കി തരണം, ഞങ്ങൾ ഒരുമിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ മതിയാക്കി ഞങ്ങൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ വേല ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഐസുവിനകത്തൊന്ന് വീണ്ടും ആദ്യം വിളിച്ചു, ആണുങ്ങൾ മാത്രം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ വെച്ച് ബോഡി പുറത്തിറക്കാനായിരിക്കും എന്ന്. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെന്നു, അവിടെ നിന്നു. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അത് നിന്ന് ഞാൻ തീർന്നു പോയി എന്നുള്ളൊരു വാർത്തയാണ് അവിടെ കേട്ടത്. എന്നാൽ അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വിളിച്ചു, ഷാജിയുടെ ആൾക്കാരുണ്ടോ എന്ന് ഐസുവിനകത്തൊന്ന് വിളി വന്നു. അവൾ പറഞ്ഞു വെള്ളം കൊടുക്കാൻ പറഞ്ഞു, കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. ഈ മരിക്കാൻ പോകുന്ന ആളിന് കഞ്ഞിവെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, വാങ്ങി വെച്ചില്ല. കാരണം ആവശ്യമായത് വേറെ ഒന്നുമില്ല, എല്ലാവരും വളരെ മാനസികമായിരിക്കുന്ന പ്രയാസം നടുവിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചില്ല. എന്നാൽ ആരുടെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളം വാങ്ങി ഐസുവിനകത്ത് തന്നു. ആ ഐസുവിനകത്ത് ചെന്നിട്ട് അല്പം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വിളി വന്നു, ഷാജിയുടെ ആളുണ്ടോ, കഞ്ഞിവെള്ളത്തിന് ഉപ്പില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സ്തോത്രം പുറത്ത് വന്നാൽ ഞങ്ങളുടെ ദൈവദാസന്മാർ ബൈജിപ്പാസ് അടക്കം വിളിച്ച് പറയുവാനിരുന്നു, ഐസുവിനകത്ത് ദൈവം ഇറങ്ങി എന്ന്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ, അന്ന് എന്നെ ജീവനോടെ ഇന്ന് നിലനിർത്തിയിരിക്കുന്ന എൻ്റെ കർത്താവാണ്. അന്ന് യേശുവിനെ അറിഞ്ഞത് എൻ്റെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. ഇന്ന് സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ദൈവഗീതമില്ലാത്ത ജീവിത വഴികളിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരുവാനിടയായി തീരണം. ഞാനിന്ന് വളരെ സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് നയിക്കുന്നത്. കർത്താവാകുന്ന യേശുവിനെ ഒരു മനുഷ്യൻ രക്ഷകനായി സ്വീകരിക്കുന്നെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, അവൻ പുതിയ സൃഷ്ടി, പഴയതൊക്കെയും കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പഴയകാല അനുഭവങ്ങളിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായി ഒരുവൻ രൂപാന്തരം പ്രാപിക്കുന്നതാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. അത് മതം മാറലല്ല, സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകുന്നതല്ല. നാം എൻ്റെ പേര് അന്നും ഷാജിയാണ്, ഇന്നും ഷാജിയാണ്. എൻ്റെ ഫേസിന് മാറ്റം സംഭവിച്ചിട്ടില്ല, എൻ്റെ പേരിന് മാറ്റം സംഭവിച്ചിട്ടില്ല, എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല, എൻ്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്ത് കുടുംബമായി ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഇന്ന് നെയ്യാറ്റിൻകര ബസ് ആനാവൂര് എന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത്, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഓർത്ത് നിങ്ങളൊക്കെയും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. കാരണം ഈ ലോകത്തിൽ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന സ്വന്തം കാര്യമെന്ന് പറയുന്നത്. പ്രാർത്ഥന, എൻ്റെ വൈഫ് എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ് എനിക്ക് ദൈവം നൽകിയത്. എന്നാൽ ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, പൂർണ്ണമായി സൗഖ്യം തന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് നിലനിൽക്കണം. കർത്താവിൻ്റെ വരവ് വരെയും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പിന്മയും മുന്നോട്ട് നടത്തുവാൻ എന്നെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ലോകജീവിതത്തിൻ്റെ അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും ക്രിസ്തുവിശ്വാസത്താൽ വിമോചനം പ്രാപിച്ച് ക്രിസ്തു ശിഷ്യനായി മാറി ക്രിസ്തുവിനു വേണ്ടി വടക്കേ ഇന്ത്യൻ സുവിശേഷ വയലുകളിൽ പ്രവർത്തനം തുടരുന്ന തിരുവനന്തപുരം ജില്ലയിൽ ആനാവൂർ സ്വദേശി സഞ്ചാര സുവിശേഷകൻ വി ഷാജിയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശോധനകളിൽ ഏറെ വലഞ്ഞിടുമ്പോൾ ഞാൻ ഭയപ്പെടും വേളകളിൽ
എനിക്കാശ്രയമായി യേശു അരികിലുണ്ട്. എൻ കരം പിടിച്ചുയർത്തിടുവാൻ. എനിക്കാശ്രയമായി യേശു അരികിലുണ്ട്. എൻ കരം പിടിച്ചുയർത്തിടുവാൻ. കടലിളകിടുമ്പോൾ മനം പതറിയിടുന്നു. കര കാണാതലഞ്ഞിടുമ്പോൾ. കടലിളകിടുമ്പോൾ മനം പതറിയിടുന്നു. കര കാണാതലഞ്ഞിടുമ്പോൾ. കർത്തൻ പടകിലുണ്ട്, അമരത്തുറങ്ങിടുന്നു. നീ വിളിക്കുക അവനുണരും. കർത്തൻ പടകിലുണ്ട്, അമരത്തുറങ്ങിടുന്നു. നീ വിളിക്കുക അവനുണരും. കൊടും ശോധനകളിൽ ഏറെ വലഞ്ഞിടുമ്പോൾ ഞാൻ ഭയപ്പെടും വേളകളിൽ. എനിക്കാശ്രയമായി യേശു അരികിലുണ്ട്. എൻ കരം പിടിച്ചുയർത്തിടുവാൻ. എനിക്കാശ്രയമായി യേശു അരികിലുണ്ട്. എൻ കരം പിടിച്ചുയർത്തിടുവാൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ